നമസ്കാരം. നാളെയും കൂടി കഴിഞ്ഞാൽ ഭഗവാന്റെ ആറാട്ടാണ്. അപ്പോൾ ആറാട്ടുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ഒരു സംഭവം പറയാട്ടോ. വളരെ കാലം മുൻപ് നടന്ന കാര്യമാണ്. അന്നൊക്കെ ഗുരുവായൂരപ്പന്റെ ആറാട്ട് ചാട്ടുകുളത്താണ് നടന്നിരുന്നത്. ചാട്ടുകുളം എന്ന് പറയുന്നത് കുന്നംകുളത്തിനും ഗുരുവായൂരിനും ഇടയ്ക്കുള്ള വലിയൊരു കുളമാണ് കേട്ടോ. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കുളമുണ്ട് ബസ് സ്റ്റാൻഡ് പരിസരത്ത്. അവിടെയും ഭഗവാൻ ആറാടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഭഗവാൻ രുദ്രതീർത്ഥക്കുളത്തിലെ ആറാട്ട് നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേപോലെ ഒരു ഉത്സവകാലത്ത് ആറാട്ടിൻ്റെ അന്ന് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് പുറത്തേക്ക് എഴുന്നള്ളുമല്ലോ നഗരപ്രദക്ഷിണത്തിനായിട്ട്. അങ്ങനെ ആ വടക്ക് ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു കരിങ്കല്ലത്താണിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു മാവിൻ്റെ ചുവട്ടിലായിട്ട്. അവിടെ എത്തിയപ്പോൾ മേളക്കാരും ആനയൊക്കെ അവിടെ വന്ന് നിന്നു. എന്താണെന്നറിയില്ല, എല്ലാവർക്കും വലിയ സങ്കടം. അപ്പം മേളക്കാരെ കണ്ണിന്ന് കണ്ണീര് വരുന്നു. കൊമ്പ് ഊതുന്നവര്, കുഴലൂതുന്നവര്, ആനപ്പുറത്തിരിക്കുന്നവര്, ആനയ്ക്കും തിടമ്പിനും ഒക്കെ എന്തെന്നില്ലാത്ത ഒരു സങ്കടം, മുന്നോട്ട് നടക്കാൻ പറ്റാത്ത ഒരു സ്തംഭനാവസ്ഥ. അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണ് അവിടെ നിന്ന ഒരു മഹാത്മാവ് പറഞ്ഞത്, ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട ആർക്കോ എന്തോ സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാര്യസ്ഥൻ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വലിയൊരു കണിശക്കാരനായിരുന്നു. അന്നൊക്കെ ഈ പാടൊക്കെ പാട്ടത്തിന് കൊടുക്കൂലോ, അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഉത്സവം കഴിഞ്ഞാൽ ഈ പാട്ടൊക്കെ അളക്കണം, നെല്ല് അളന്നിട്ടാണ് പ്രവൃത്തിക്കാർക്ക് കൊടുക്കുക. അപ്പോൾ അത് കൃത്യമായി വാങ്ങിക്കേണ്ട രീതിയിൽ അദ്ദേഹം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ഇതൊന്നും ആർക്കും ഇഷ്ടമായില്ല. എല്ലാവരും കൂടി അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. അതാണ് ഗുരുവായൂരപ്പൻ അവിടെ സങ്കടപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് സങ്കടമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ എഴുന്നള്ളിപ്പ് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് സങ്കടമില്ല എന്ന് പറയുക? അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ആ ബ്രാഹ്മണിയമ്മയും പിന്നെ 2-3 കുഞ്ഞു കുട്ടികളും ഉള്ളത്. അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചു. ഗുരുവായൂരപ്പൻ്റെ തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഒരു കരുതലാണത്. അവരുടെ എല്ലാ ചെലവും ഗുരുവായൂരപ്പൻ തന്നെ നോക്കിക്കോളാം, അവർക്ക് ജോലിയും എല്ലാം നൽകാം എന്നുള്ള ആ ഒരു കരാറിൻ്റെ മേൽ അവിടുത്തെ ആൺകുട്ടി വന്നിട്ട് സങ്കടമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു എഴുന്നള്ളിപ്പ് മുന്നോട്ട് പോയിട്ട് പിന്നെ ആറാട്ട് നടന്നത്. ഇതെല്ലാ വർഷവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഭഗവാൻ പുറത്തേക്ക് ആറാട്ടിന് എഴുന്നള്ളുമ്പോൾ ആ വടക്ക് ഭാഗത്ത് കരിങ്കല്ലത്താണിയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ മേളം നിർത്തും, ആരാര് ശംഖൂതും. ആ കുടുംബത്തിലുള്ളത് ആരാണോ ചുമതല അദ്ദേഹം വന്നിട്ട് സങ്കടമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ എഴുന്നള്ളിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇപ്പോൾ അത് ആർട്ടിസ്റ്റ് നമ്പീഷനാണ് കേട്ടോ. അദ്ദേഹമാണ് ഈ ആനയോട്ടത്തിനൊക്കെ കുടമണികളൊക്കെ ആനയുടെ എടുത്ത് കൊടുക്കുന്നതും. ഇത് ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു സങ്കടം വന്നപ്പോൾ ഗുരുവായൂരപ്പൻ അവർക്ക് നൽകിയിട്ടുള്ള ഒരു കരുതലിൻ്റെ കഥയാണ്.